ശരി, കിരൺ ബാബു കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴും ഇത്തരത്തിലൊരു കോഴ ആരോപണം പുറത്തു വരുമ്പോൾ ശോഭാ സുരേന്ദ്രൻ അത് പൂർണ്ണമായി തള്ളുകയാണ്. കോൺഗ്രസ് ആണെങ്കിൽ ഈ സ്ഥാനാർത്ഥിത്വം അയോഗ്യമാക്കണമെന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ കലുഷിതമാവുകയാണോ? അനുശ്രീ, ശോഭാ സുരേന്ദ്രൻ പ്രധാനമായും പറഞ്ഞത് എൻ്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന പ്രമീള മാത്രമാണ് ഉണ്ടായിരുന്നത്, മറ്റാരും സ്ത്രീകളാരും ഉണ്ടായിരുന്നില്ല. തൻ്റെ വാഹനത്തിൽ ഇങ്ങനെ ഒരാളില്ല, ആരാണ് പണം കൊടുത്തതെന്ന് തനിക്കറിയില്ല, അത് വല്ല കോൺഗ്രസ്സുകാരായിരിക്കും എന്നുള്ള മട്ടിലാണ് എൻ്റെ വാഹനത്തിൽ അങ്ങനെ ആളില്ലായിരുന്നു പറഞ്ഞത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഒരു മുല്ലപ്പൂ ചൂടിയ ഒരു വെള്ള ചുരിദാറിട്ട ഒരു സ്ത്രീയാണ് ഈ പണം കൊടുക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ഈ പണം കൊടുത്തതിന് ശേഷം അവർ തിരിഞ്ഞു പോവുകയാണ്. അവർ തിരിഞ്ഞു പോയ ശേഷം അവർ ഏത് കാറിലാണ് കയറുന്നത് എന്നത് ദൃശ്യങ്ങളിൽ എവിടെയുമില്ല. അതാണ് ഈ ദൃശ്യങ്ങളാണ്. അവർ മുന്നോട്ട് പോകുന്നു, അതിനുശേഷം ഏത് കാറിലാണ് കയറിയെന്നില്ല. പക്ഷേ ഈ പിന്നാലെ വീഡിയോ എടുത്ത കാർ ശോഭാ സുരേന്ദ്രൻ്റെ കാറിന് പാരലായി കൊണ്ട് നിർത്തുന്നു. പാരലായി നിർത്തിയ ശേഷം ശോഭാ സുരേന്ദ്രനെ അവർ ആ കാറിൽ നിന്ന് ചോദിക്കുന്നു. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ ആ കാറിൽ നിന്ന് ഇറങ്ങി പുറത്തു വരുന്നു. ഈ ശോഭാ സുരേന്ദ്രൻ ഇറങ്ങി പുറത്തു വരുമ്പോൾ ഒപ്പം പ്രമീള ദേവിയും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ കാറിൽ മറ്റൊരു സ്ത്രീ കൂടി ഇരിക്കുന്നുണ്ട്. ആ സ്ത്രീ പുറത്തിറങ്ങി ഒരു മൊബൈലുമായി ചിത്രീകരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ അവരെ തടഞ്ഞ് വീണ്ടും ഡോർ അടച്ച് അവരെ അകത്തേക്ക് ശോഭാ സുരേന്ദ്രൻ കയറ്റി ഇരുത്തുകയാണ്. അവർ എങ്ങും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ആ സ്ത്രീയുടെ സ്ക്രീൻഷോട്ട് ആണ്, ആ ദൃശ്യത്തിൻ്റെ ആ കൃത്യമായ സ്ക്രീൻഷോട്ടാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ സ്ത്രീയാണ് ആദ്യം കൊണ്ടുപോയി പണം കൊടുത്തത്. അല്ലെങ്കിൽ അത്രത്തോളം സാമ്യമുള്ള മറ്റൊരു സ്ത്രീ അവിടെ കയറിയിരിക്കണം. സാമാന്യ നമുക്ക് പുറത്തുനിന്ന് ദൃശ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതേ വേഷം തന്നെയാണ്, അതേ രീതിയിൽ തന്നെയാണ് അവർ മുല്ലപ്പൂ വെച്ചിരിക്കുന്നത്. ആ സ്ത്രീ തന്നെയാണ് എന്നാണ് നമ്മൾ ധരിക്കുന്നത്. ഇനി അതല്ല, അതേപോലെ തന്നെ വേഷം കിട്ടിയ മറ്റൊരു സ്ത്രീ വന്ന ഇനി അവിടെ കയറിയതാണോ ഇല്ലയോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രൻ്റെ വാഹനത്തിൽ മൂന്നാമതൊരു സ്ത്രീ ഇല്ലായിരുന്നു എന്ന ശോഭയുടെ വാദം അത് പൂർണ്ണമായും തെറ്റാണ്. അവരുടെ അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ മുഴുവൻ മറ്റേതെങ്കിലും തരത്തിൽ കൃത്രിമമായി ഉണ്ടാക്കിയതായിരിക്കണം. അങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കിയ ദൃശ്യങ്ങളാണെന്ന് പ്രാഥമിക പരിശോധനയിലോ ഒന്നും നമുക്കൊന്നും ബോധ്യമാകുന്നില്ല. അത് ഒറിജിനൽ ദൃശ്യങ്ങളായി തന്നെയാണ് ബോധ്യമാകുന്നത്. ഇനി അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ കൃത്രിമമായി ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ടോ അതൊക്കെ പിന്നീട് ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടത്. അങ്ങനെ ഒരു ദൃശ്യത്തെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ തെറ്റായ ദൃശ്യമാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ എവിടെയും പറയുന്നില്ല. അവരുടെ പണം കൊടുത്തിരുന്ന സ്ത്രീ നടന്നു വന്ന് കയറിയത് ശോഭാ സുരേന്ദ്രൻ്റെ വാഹനത്തിലേക്കാണ്. പക്ഷേ കയറുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ ഈ കോൺഗ്രസ്സുകാരത് എടുത്ത് അവരുടെ പക്കൽ ആ ദൃശ്യങ്ങൾ എന്തായാലും അവർ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അല്ലെങ്കിൽ അവരുടെ